മണിപ്പൂർ സംഘർഷത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഇടപെടൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഷ്ട്രപതിക്ക് ഇത് പ്രമാണിച്ചൊരു കത്തയച്ചു. മണിപ്പൂരിലെ പ്രതിസന്ധിക്ക് കാരണം കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി N. ബീരേൻ സിംഗ് പറയുന്നു. കുക്കി ആക്രമികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇംഫാലിൽ നിന്ന് വ്യാപക പ്രതിഷേധവും നടന്നു. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് വിനീത VG തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് ഈവനിങ്. മണിപ്പൂരിൽ കാര്യങ്ങളൊക്കെ വിനീതയ്ക്ക് കുഴപ്പമില്ലാതെ തുടരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? ഗുഡ് ഈവനിങ് SKN. തീർച്ചയായും മണിപ്പൂരിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, മറുവശത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർഫ്യൂ, ഒപ്പം തന്നെ ഇന്റർനെറ്റ് സേവനങ്ങൾക്കൊക്കെ തന്നെ നിരോധനം ഇപ്പോഴും തുടരുകയാണ്. പല മേഖലകളിലും ATM കൗണ്ടറുകളിൽ പോലും പണമില്ലാത്തൊരു അവസ്ഥയുണ്ട്. ജനജീവിതം ഇങ്ങനെ ഓരോ മണിക്കൂറും ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മറുവശത്ത് ഈ മണിപ്പൂർ സംബന്ധിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പോര് അത് അങ്ങനെ തുടരുകയാണ്. ഈ മുഖ്യമന്ത്രി N. ബീരേൻ സിംഗിനെതിരെ കോൺഗ്രസ് നേരത്തെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ ഇങ്ങനെ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പൂർണ്ണ പരാജയമെന്നാണ് P. ചിദംബരം ആരോപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി കൂടി ഉണ്ടായിരുന്നു. N. ബീരേൻ സിംഗ് ഇതിൽ പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഭരണ സമയത്താണ് മ്യാൻമറിൽ നിന്നൊക്കെയുള്ളൊരു കുടിയേറ്റം മണിപ്പൂരിലേക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കോൺഗ്രസിന് കൈ കഴുകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ, ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഷ്ട്രപതിക്ക് കത്ത് അയച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും അക്രമങ്ങൾ തടയുന്നതിലും ഒക്കെ തന്നെ പൂർണ്ണ പരാജയമാണെന്നും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നും പറയുന്നുണ്ട്. ഒപ്പം ഈ കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം, പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കണം, മണിപ്പൂർ സന്ദർശിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യവും ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ SKN സൂചിപ്പിച്ചതുപോലെ ഇംഫാലിലെ വിവിധ മേഖലകളിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. മെയ്തേ വിഭാഗങ്ങളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇവർക്ക് സുരക്ഷ ഉറപ്പാക്കുക, ഒപ്പം തന്നെ ഈ ആക്രമണം നടത്തുന്ന കുക്കി അക്രമികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിൽ പ്രത്യേക യോഗമൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഒരു പ്രമേയവും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത് 7 ദിവസത്തിനുള്ളിൽ ഈ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കണം, സമാധാനം പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കൊക്കോമി സംഘടനകളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സർക്കാരിന് ഈ സ്ഥിതിഗതികളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം അത് ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളിന്ന് ഈ മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ വിഷ്ണുപൂർ, ചിരാചന്ദ്പൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ സമാന രീതിയിലേക്കുള്ള പരിശോധനകൾ, നിരീക്ഷണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ് SKN.